ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില്ലി മഷ്റൂമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ആദ്യമേ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇതേപോലെ അതിൻ്റെ പുറത്തെ ഒരു പാട പോലെയുള്ള സംഭവം ഇതൊക്കെ ഒന്ന് നമുക്ക് പൊളിച്ചു മാറ്റാം. മിക്കവരും ഈ കൂണൊന്നും മേടിക്കാത്തതിൻ്റെ കാരണം തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് ഇല്ലേ. എന്നാൽ അതേ മറിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കാറുണ്ട്, പക്ഷേ വീട്ടിൽ കുറവാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഞാൻ 4 പീസാക്കിയിട്ടുണ്ട്. ഇത് 4ആയിട്ടോ 2ആയിട്ടോ ഇനി ഫുള്ളായിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ചിടാം. പിന്നെ അതേപോലെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ബ്ലാക്ക് കളറിൽ എല്ലാ മഷ്റൂമിൻ്റെയും ഈ അടിഭാഗം ബ്ലാക്കാണ്. അതുകൊണ്ട് അത് മാറ്റേണ്ടതില്ല, അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുക. എല്ലാം ക്ലീൻ ചെയ്തൊന്ന് മുറിച്ച് മാറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരിക. ഇനി കഴുകിയ കൂണിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് കോൺഫ്ലോർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇതിൻ്റെ മീതെ ഒന്ന് പരണ്ട് വന്നാൽ മാത്രം മതി. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇതേപോലെ കുറച്ചെണ്ണം ഇട്ട് കൊടുക്കാം. ഇതേപോലെ വേറെ വേറെ മാറ്റി ഇട്ട് കൊടുക്കുക, ഒട്ടാത്ത രീതിയിൽ. ഇത് ശരിക്കും അങ്ങോട്ട് ഡ്രൈ ആവാൻ വേണ്ടി നോക്കണ്ട, കാരണം വെള്ളം എന്തായാലും ഇതിൻ്റെ അകത്ത് പിന്നെയും പൊട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ബാക്കിയുള്ള കൂണും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പിന്നെ ചെറിയൊരു ബൗളിലോട്ട് 1 ടീസ്പൂൺ നമുക്ക് കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കുക. ഇത് സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ ചെറുതായിട്ടരിഞ്ഞ ഉള്ളി, ഞാൻ സവോള അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരണം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 4 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് എടുത്തേക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇതേപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചേക്കുന്നത് അത് ആദ്യം ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ പച്ചയും മഞ്ഞയും ചുവപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 കളറും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം പച്ചയും മഞ്ഞയും ചുവപ്പും എല്ലാം കൂടി നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ ഈ കടായി. ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സോയാ സോസും ചില്ലി സോസൊക്കെ അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ 2ൻ്റെ സ്ഥാനത്ത് 3 ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിശ്രിതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു തിള വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒത്തിരി ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട്, അഥവാ നമുക്ക് അതൊരു ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കുകയോ വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ല കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ലാസ്റ്റായിട്ട് 2 പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ചില്ലി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നാൻ എന്തിൻ്റെ ഒപ്പം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമൊക്കെ വളരെ നല്ലൊരു ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.